കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഭാഗവതത്തിലെ മറ്റൊരു കഥയാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മഹാവിഷ്ണുവിൻ്റെ മാറിടത്തിലുള്ള ഒരു മറുകിനെ പറ്റിയിട്ട്. ആ മറുകിൻ്റെ പേര് ശ്രീവത്സം എന്നാണ്. എങ്ങനെയാണ് ഭഗവാന്റെ തിരുമാറിൽ അങ്ങനെ ഒരു മറുക് ഉണ്ടായത് എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് എന്താണ് ഭാഗവതത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ സരസ്വതീ നദിയുടെ തീരത്ത് വെച്ച് കുറേയേറെ മഹർഷിമാരെല്ലാവരും കൂടി ഒരു മഹായാഗം നടത്തുകയാണ്. ആ സമയത്ത് ഭഗവാന്മാരെ പറ്റിയൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവിടെ ഒരു തർക്കമുണ്ടാകുന്നു. ത്രിമൂർത്തികൾ, ബ്രഹ്മാവ്, മഹാവിഷ്ണു, മഹേശ്വരൻ, ഇവരിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നുള്ളത് ചേരി തിരിഞ്ഞ് ഒരു തർക്കമുണ്ടാകുന്നു. അവസാനം ഒരു ഉത്തരം ഇവർക്കാർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല. പല അഭിപ്രായങ്ങളാണ് അവിടെ വന്നത്. അതനുസരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഭൃഗു എന്ന മഹർഷി ബ്രഹ്മദേവൻ്റെ പുത്രനാണ്. ആ മഹർഷി ഞാൻ ഇതിന് ഉത്തരം കണ്ടുപിടിച്ചുകൊണ്ട് വരാം എന്ന് പറയുകയും അതനുസരിച്ചിട്ട് എല്ലാവരും കൂടി ഇദ്ദേഹത്തെ അയക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇദ്ദേഹം ആദ്യം എത്തിച്ചേരുന്നത് ബ്രഹ്മലോകത്തിലാണ്. ഇദ്ദേഹം ചെല്ലുന്ന സമയത്ത് ബ്രഹ്മാവ് ഒരു പീഠത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചുറ്റും ധാരാളം മഹർഷിമാരും ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം ബ്രഹ്മദേവനോട് അനുവാദം ഒന്നും ചോദിക്കാതെ നേരെ അങ്ങോട്ടേക്ക് കയറുകയും ബ്രഹ്മദേവൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു. ആ ഇരിപ്പിടത്തിൽ എല്ലാവരുടെയും കൂടെ ഇരിക്കുകയും ചെയ്തു. അനുവാദം ചോദിക്കാതെ അകത്തേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, ആരോടും പറയാതെ അവിടെ ഇരുന്ന പീഠത്തിൽ കയറി ഇരിക്കുകയും ചെയ്തു എന്നുള്ളത് ബ്രഹ്മദേവന് സഹിച്ചില്ല. ബ്രഹ്മദേവൻ ഭൃഗു മഹർഷിയോട് ദേഷ്യപ്പെട്ടു. ഒന്നും മിണ്ടാതെ ഭൃഗു മഹർഷി അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയും ചെയ്തു. എന്നിട്ട് ഇദ്ദേഹം നേരെ പോയത് കൈലാസത്തിലേക്കാണ്. കൈലാസത്തിലേക്ക് ചെന്ന ഉടനെ തന്നെ മഹേശ്വരൻ മഹർഷിയെ കണ്ടുകൊണ്ട് ഓടി വരികയും അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാനായി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് തന്നെ മഹർഷി എന്നെ തൊടരുത് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്തത്. അത് തന്നോട് ചെയ്ത ഒരു അപരാധമാണ്, തന്നെ അപമാനിച്ചതിന് തുല്യമാണ് എന്ന് മഹേശ്വരന് തോന്നുകയും മഹേശ്വരൻ ദേഷ്യത്തോടു കൂടി മഹർഷിയെ നിഗ്രഹിക്കുന്നതിനായി തൻ്റെ തൃശൂലം കയ്യിലെടുക്കുകയും ചെയ്യുന്നു. ഇതറിഞ്ഞുകൊണ്ട് ഓടി വരികയാണ് ആര്? പാർവതീദേവി. പാർവതീദേവി മഹേശ്വരനെ ആ കോപത്തിൽ നിന്നും മഹർഷിയെ ഉപദ്രവിക്കുന്നതിൽ നിന്നും തടയുന്നു. മഹർഷി ഒന്നും മിണ്ടിയില്ല. മഹർഷി നേരെ എവിടേക്ക് ചെല്ലുന്നു? വൈകുണ്ഠത്തിലേക്ക് ചെല്ലുന്നു. വൈകുണ്ഠത്തിൽ മഹർഷി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, മഹാവിഷ്ണു അനന്തൻ്റെ പുറത്ത് പള്ളി നിദ്ര ചെയ്യുകയാണ്, ഉറങ്ങുന്നു. ലോകത്തിന് ഉപകാരം ചെയ്യേണ്ടുന്ന സമയത്ത്, ലോകത്തിലെ മനുഷ്യരെ പരിപാലിക്കുന്ന സമയത്ത്, അങ്ങനെ അദ്ദേഹം തൻ്റെ കർമ്മം ചെയ്യേണ്ട ആ സമയത്ത് ഇവിടെ കിടന്ന് ദേ ഉറങ്ങുന്നു, ഒരു പണിയും എടുക്കാതെ. ഇങ്ങനെ ചിന്തിക്കുകയാണ് ആര്? മഹർഷി. എന്നിട്ട് പലതവണ മഹാവിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ എത്ര തവണ മഹർഷി വിളിച്ചിട്ടും മഹാവിഷ്ണു എഴുന്നേൽക്കുന്നില്ല, ഉറങ്ങുകയാണ്. അത് കണ്ടപ്പോൾ ഇവിടെ മഹർഷിക്കാണ് ദേഷ്യം വരുന്നത്. മഹർഷി എന്ത് ചെയ്തു? ദേഷ്യത്തോടു കൂടി മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിൽ ചവിട്ടുന്നു. മഹാവിഷ്ണുവിൻ്റെ തിരുമാറിൽ മഹർഷിയുടെ ആ കാൽ പതിച്ച ഉടൻ തന്നെ മഹാവിഷ്ണു ഞെട്ടിയുണരുന്നു. എന്നിട്ട് മഹർഷിയോട് ക്ഷമ ചോദിക്കുകയാണ്. അങ്ങയുടെ കാലിന് എന്തെങ്കിലും സംഭവിച്ചോ? അങ്ങ് വന്നിട്ട് ഒരുപാട് സമയമായോ? എന്നെ വിളിച്ചോ? ഞാൻ കേട്ടില്ല, ഞാൻ ഉറങ്ങിപ്പോയി, അങ്ങ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മഹാവിഷ്ണു
മഹർഷിയുടെ മുമ്പിൽ മാപ്പിരക്കുകയാണ്, ക്ഷമയാചിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മഹർഷിയുടെ ദേഷ്യം നശിക്കുകയും എന്തുകൊണ്ടാണ് ത്രിമൂർത്തികളിൽ ഒരുവനായ മഹാവിഷ്ണു എൻ്റെ മുമ്പിൽ ക്ഷമയാചിക്കുന്നത്? ഞാൻ എൻ്റെ ദേഷ്യം മൂലം എന്ത് അപരാധമാണ് ചെയ്തത്? ഭഗവാന്റെ തിരുമാറിൽ ഞാൻ ചവിട്ടിയല്ലോ എന്നൊക്കെ ഓർത്ത് മഹർഷി വിഷമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മഹർഷി ഭഗവാന്റെ തിരുമാറിൽ ചവിട്ടിയപ്പോൾ ഉണ്ടായ ആ പാടാണ് പിന്നീട് ശ്രീവത്സമായി, ആ ഒരു മറുകായി അവിടെ രൂപാന്തരപ്പെട്ടത്. അങ്ങയുടെ ഈ പാദമുദ്ര എൻ്റെ തിരുമാറിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് ഭഗവാൻ പറയുകയും ചെയ്തു. ഇതെല്ലാം കേട്ടപ്പോൾ മഹർഷിക്ക് വലിയ സങ്കടവും പശ്ചാത്താപവും തോന്നുന്നു. ഞാൻ ചെയ്തത് വലിയ അപരാധമാണ് എന്ന് മഹർഷിക്ക് തോന്നുകയും മഹർഷി വിഷ്ണുവിനോട് ക്ഷമയാചിക്കുകയും ഈ പാപത്തിന് എന്ത് പരിഹാരമാണ് ഞാൻ ചെയ്യേണ്ടത്, എന്തു ചെയ്താൽ ഈ പാപത്തിന് പരിഹാരമാകും എന്ന് അങ്ങ് പറഞ്ഞു തരൂ എന്ന് മഹർഷി മഹാവിഷ്ണുവിനോട് ചോദിക്കുന്നു. മഹാവിഷ്ണു സമാധാനപ്പെടുത്തുന്നു. എന്നിട്ട് പറയുന്നു, അങ്ങ് സമാധാനത്തോടു കൂടി ഭൂമിയിലേക്ക് പോവുക, എന്നിട്ട് ശ്രേഷ്ഠ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാപങ്ങൾ കുറയും എന്ന് ഭഗവാൻ മഹർഷിയോട് പറയുന്നു. അങ്ങനെ മഹർഷി തിരിച്ച് ഭൂമിയിലേക്ക് വരികയും അദ്ദേഹത്തിനുണ്ടായ ഈ അനുഭവങ്ങൾ തൻ്റെ കൂടെയുണ്ടായിരുന്ന മറ്റ് സന്യാസി ശ്രേഷ്ഠരോട് പറയുകയും ചെയ്തു. അതിനുശേഷം മഹർഷി ശ്രേഷ്ഠ ബ്രാഹ്മണരെ കണ്ടുപിടിക്കുകയും അവരെ ഊട്ടുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിൽ ഇന്നും ബ്രാഹ്മണ ഊട്ട് എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അങ്ങനെയൊരു കർമ്മം ഇന്നും അനുഷ്ഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ധാരാളമായി അങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ കുറയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതാണ് ഭഗവാന്റെ തിരുമാറിലുള്ള ആ മറുക് ശ്രീവത്സത്തിൻ്റെ കഥ. ഇനി ഭഗവാന്റെ കയ്യിലുള്ള ശംഖാണ് എന്ത്? പാഞ്ചജന്യം. ഭഗവാന് എങ്ങനെയാണ് ആ ശംഖ് ലഭിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? അതും ഭാഗവതത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. നമുക്ക് ആ കഥയും കൂടി ഇന്നൊന്ന് നോക്കാം. നമുക്കറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും കുചേലൻ എന്ന സുദാമാവിൻ്റെയുമൊക്കെ ഗുരുവായിരുന്നു സാന്ദീപനി. സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ നിന്നും തങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം കൃഷ്ണനും ബലരാമനും കൂടി എന്താണ് അങ്ങേക്ക് ഗുരുദക്ഷിണയായി വേണ്ടത് എന്ന് ഗുരുവിനോട് ചോദിച്ചപ്പോൾ തൻ്റെ കുഞ്ഞിനെ, മരിച്ചുപോയ തൻ്റെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ട് തരാമോ എന്നാണ് ഗുരുവും ഗുരുപത്നിയും ചോദിച്ചത്. ഗുരുവിനും ഗുരുപത്നിക്കും ഒരു പുത്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ആ കുഞ്ഞ് പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ആ കുഞ്ഞിനെ ഗുരുവും ഗുരുപത്നിയും കണ്ടിട്ടില്ല. വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെങ്കിൽ ജഡമെങ്കിലും കാണണ്ടേ? അതുകൊണ്ട് ഏതോ ജലപിശാച് അവനെ കൈവശപ്പെടുത്തിയതാകാം എന്ന് സാന്ദീപനി മുനിയും ഭാര്യയും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞിനെ തിരികെ കൊടുക്കാമോ എന്ന് അവർ കൃഷ്ണനോടും ബലരാമനോടും ചോദിച്ചു. അങ്ങനെ മുനിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കൃഷ്ണനും ബലരാമനും കൂടി എവിടേക്ക് പോവുകയാണ്? പ്രഭാസ തീർത്ഥത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് കൃഷ്ണൻ വരുണദേവനെ പ്രാർത്ഥിക്കുന്നു.
ആ സമയത്ത് വരുണദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും വരുണദേവൻ ഭഗവാനോട്, കൃഷ്ണനോട് പറയുകയും ചെയ്യുകയാണ്, എൻ്റെ ആലയത്തിൽ, എൻ്റെ ഗൃഹത്തിൽ അങ്ങനെയൊരു കുട്ടിയില്ല. ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. പക്ഷേ ഈ സമുദ്രത്തിൽ പഞ്ചജനൻ എന്ന ഒരു അസുരൻ താമസിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവനായിരിക്കാം ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. മായാവിയായ ആ അസുരൻ ഒരു ശംഖിൻ്റെ രൂപത്തിലാണ് ജലത്തിൽ കഴിയുന്നത്. എനിക്ക് അവനെ നശിപ്പിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് വരുണൻ കൃഷ്ണനോട് പറയുന്നു. ഇങ്ങനെ പറഞ്ഞതിനു ശേഷം വരുണൻ അപ്രത്യക്ഷനാവുകയും വരുണദേവൻ അപ്രത്യക്ഷനായ ഉടൻ തന്നെ ഭഗവാൻ കടലിലേക്ക് ചാടുകയും വളരെ നേരം ആ ജലത്തിൻ്റെ അടിയിൽ അന്വേഷിക്കുകയും ചെയ്തു. കുറേ നേരത്തെ അന്വേഷണത്തിനു ശേഷം ഭഗവാൻ കണ്ടുപിടിക്കുകയാണ് അസുരനെ. അങ്ങനെ ഇവർ തമ്മിൽ കടലിനടിയിൽ വെച്ച് ഒരു വലിയ യുദ്ധമാണ്, ദ്വന്ദ്വയുദ്ധമാണ് നടന്നത്. ആ യുദ്ധത്തിൻ്റെ അവസാനം കൃഷ്ണൻ ആ അസുരനെ വധിച്ചു. അതിനുശേഷം അവൻ്റെ ശരീരത്തിൻ്റെ അകംഭാഗം മുഴുവനും ഭഗവാൻ പരിശോധിച്ചു. പക്ഷേ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അവൻ്റെ മാറിനുള്ളിൽ ഒരു മനോഹരമായ ശംഖ് ഇരിക്കുന്നതായി ഭഗവാൻ കാണുന്നു. ഭഗവാൻ അതെടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നു. പഞ്ചജനൻ എന്ന അസുരനിൽ നിന്നും ലഭിച്ച ആ ശംഖിന് പാഞ്ചജന്യം എന്ന പേരാണ് ഉണ്ടായത്. കരയിൽ വന്നിട്ട് ജ്യേഷ്ഠനായ ബലരാമൻ്റെ മുമ്പിൽ വെച്ച് ആദ്യമായി ഭഗവാൻ ആ ശംഖ് വിളിച്ചു. നാദബ്രഹ്മത്തോടു കൂടിയ അത്ഭുത ശബ്ദമായിരുന്നു അതിൽ നിന്നും മുഴങ്ങിയത്. ആ ശംഖ് പിന്നീട് ഭഗവാന്റെ സ്വന്തമായി മാറി. ആ ശംഖാണ് ഭഗവാന്റെ ശംഖായ പാഞ്ചജന്യം. ഇന്ന് നമ്മൾ ഭാഗവതത്തിലെ 2 കഥാഭാഗങ്ങളാണ് പറഞ്ഞത്. ഒന്ന് കൗസ്തുഭം എന്ന ഭഗവാന്റെ തിരുമറുകും, രണ്ടാമത് ഭഗവാന്റെ പാഞ്ചജന്യം എന്ന ശംഖും. ഇന്നത്തെ ഈ 2 കഥകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.